എന്തായി? ഏയ് ഇല്ലടാ, പ്രശ്നമൊന്നുമില്ല. സംഭവം ഓക്കെ. ആ ലീക്ക് ഇടപെട്ടുകൊണ്ട് കാര്യം സോൾവ് ആയി. എന്നാലും ഓരോരുത്തരും 10,000 വെച്ച് കൊടുക്കേണ്ടി വന്നു. മൊത്തം 60,000 രൂപ സ്വാഹ. എന്തായാലും സോൾവ് ആയില്ലേ? നിന്റെ 10,000 ഗോപിടപ്പനാ കൊടുത്തത്. അളിയാ, നീ തെറ്റിദ്ധരിക്കരുത്. നിന്റെ അച്ഛൻ ചെയ്തത് ചെറ്റത്തരമായി പോയി. സ്വന്തം മോനെ കോടതി കയറ്റാൻ നടക്കുന്ന തന്ത ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവന്റെ അപ്പം പോലും കൊള്ളപ്പലിശ കടം വാങ്ങിച്ച കാശൊപ്പിച്ചത്. വെറുതെ ഇരിയടാ, പ്രശ്നം തീർന്നില്ലേ? നിനക്ക് ഇനി ആരെങ്കിലും കുത്തണമെന്ന് തോന്നുകയാണെങ്കിലേ സ്വന്തം തന്തയോട് കൂടി ഒന്ന് ചോദിക്കണട്ടാ. എന്റെ പപ്പ അധ്വാനിച്ചുണ്ടാക്കണ കാശാണ്. ആർക്ക് വേണോടാ നിന്റെ നക്കാപ്പിച്ച? എന്നാ കൊണ്ടുപോ. മുതലും പലിശ ചേർത്ത് നിന്റെ അപ്പന്റെ അണക്കിലോട്ട് തള്ളു. നീയൊക്കെ കുറെ നേരം ഉണ്ടെന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട് എപ്പോ മുതലാണ് നീ പുണ്യാലനായത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പ്ലീസ്. നിങ്ങൾ നിർത്ത്. നാളെ മുതൽ എല്ലാവർക്കും കോളേജിൽ കയറാം. പക്ഷെ ഒരു കണ്ടീഷൻ, നാളെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരും യൂണിയൻകാരോട് മാപ്പ് പറയേണ്ടി വരും. അതിന് വേറെ ആളെ നോക്കണം. എടാ, ചൂടായിട്ട് കാര്യമില്ല. അതിന് സമ്മതിച്ചുകൊണ്ടാ പ്രശ്നം സോൾവ് ആയത്. അവന്മാര് പുറത്തുനിന്ന് ആളിറക്കി തല്ലിസം പോരാ. ഇനി നമ്മൾ അങ്ങോട്ട് കയറി മാപ്പും പറയണോ? നടന്നത് തന്നെ. ഞങ്ങൾ കോളേജിൽ ചേർന്നേ ഗുണ്ടായിസിലെ ഡിഗ്രി എടുക്കാനല്ല. വാടാ. അവന്മാര് പോണേ പോട്ടറാ. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? യൂണിയൻകാരൊരു പുല്ലും ചെയ്യില്ല. പേടിയായിട്ടല്ലടാ, ഇനി ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ വയ്യ. എന്റെയൊക്കെ വീടിന്റെ അവസ്ഥ നിനക്ക് അറിയാൻ പാടില്ലാണ്ടാ. നമ്മൾ മാപ്പ് പറഞ്ഞൊരു വലിയ പ്രശ്നം തീരുമെങ്കിൽ പിന്നെ അതല്ലട നല്ലത്. നീ വാ. പോടാ, പോ. എല്ലാരും പോ. എങ്ങോട്ടാ? യൂണിയനോട് മാപ്പ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയാ മതി. എന്താണ് നോക്കണേ? യൂണിയനോട് മാപ്പ് പറയടാ, മാപ്പ് പറയടാ. നിനക്കൊക്കെ ഓങ്ങി വെച്ചിട്ട് കുറെ നാളായിടാം. കുറെ നാളായിട്ട് നിന്നെ ഇവിടെ ഇട്ട് വെട്ടി കൊന്നാ പോലും ഒരുത്തനും ചോദിക്കലടാ. അങ്ങനെ വല്ലവനും തോന്നിയ പിന്നെ അവനൊന്നും ഈ കോളേജിൽ പഠിക്കില്ലടാ. പോടാ മറ്റവനെ. എന്താടാ തീപ്പൊരി പ്രകാശനോടെ കളി.